അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലവി സഖാഫി ഗായനോ അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ഒരു ആയത്ത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യന്മാരെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചത് എനിക്ക് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം മനുഷ്യരാകുന്ന നമ്മെയും ജിന്നുവർഗത്തെയും ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചത് കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്: അല്ലാഹുവിനെ ആരാധിക്കുക. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും, അവന്റെ നടത്തം, അവന്റെ ഇരുത്തം, അവന്റെ കടത്തം, അവന്റെ ചലനം, അവന്റെ നോട്ടം, അവന്റെ സംസാരം, അവന്റെ ചിന്തകൾ വരെ ഇബാദത്താക്കി മാറ്റണം. ഇബാദത്തല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ പാടില്ല. എല്ലാം ഇബാദത്തായിരിക്കണം. ഇത് എങ്ങനെ സാധ്യമാകുമെന്നുള്ളതാണ്. അപ്പോൾ പരമാവധി അധ്വാനമില്ലാതെ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആരാധനയാക്കി മാറ്റാൻ, ഇബാദത്താക്കി മാറ്റാൻ സാധിക്കുമെന്നത് ഒരു സത്യമാണ്. ഖുർആൻ പറയുന്നു, ഫദക്കിർ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഫദക്കിർ, നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. ഫഇന്ന ദിക്റ, അങ്ങനെ ഓർമ്മപ്പെടുത്തലും പറഞ്ഞു കൊടുക്കലും ഒക്കെ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് ഉപകാരം ഉണ്ടാകുന്ന. ഞാൻ പറയുന്നത്, ഇന്നിപ്പോ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ രാവിലെ ഉറക്കം ഉണർന്ന ഈ സമയം മുതൽ ചെയ്ത പല കാര്യങ്ങളെയും ഒന്ന് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഇബാദത്താക്കി മാറ്റാൻ, ആരാധനയാക്കി മാറ്റാൻ യാതൊരു അധ്വാനവുമില്ലാതെ സാധിക്കുമായിരുന്നു. കാരണം മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിക്കുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹിബ്ബു തയാമുന ഫീ കുല്ലി ഷൈഅ. എല്ലാ ഇക്റാമുള്ള, ബഹുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും വലത്തതിനെ മുന്തിക്കൽ നിബിതങ്ങൾ വലിയ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വലത്തതിനെ മുന്തിക്കുകയും ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇടത്തതിനെ മുന്തിക്കുകയും ചെയ്യൽ വലിയ മഹത്വമുള്ള കൂലി കിട്ടുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ രാവിലെ ഫസ്റ്റ് കട്ടൻ ചായ കുടിക്കുന്ന സമയത്ത് അത് വലത്തെ കൈകൊണ്ട് കുടിക്കൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു കാര്യമാണ്. റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് വലത്തെ കാല് ആദ്യം ധരിക്കൽ സുന്നത്താണ്. ബാത്റൂമിന്റെ അരികിലെത്തി ആ ചെരുപ്പ് അഴിച്ചു വെച്ച് ഇനി ബാത്റൂമിലുള്ള ചെരുപ്പാടുക. അപ്പം ആ ചെരുപ്പ് അഴിച്ചു വെക്കുന്ന സമയത്ത് ഇടത്തെ കാല് ആദ്യം അഴിച്ചു വെക്കുക, ഇടത്തതിനെ മുന്തിക്കുക. പിന്നെ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് 1, 2, 3 പ്രാവശ്യം നമ്മൾ ഇന്ന് ബാത്റൂമിൽ മൂത്രമൊഴിക്കാനും വിസർജനത്തിനൊക്കെ വേണ്ടി പോയിട്ടുണ്ടാകും. അപ്പം ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ഇടത്തെ കാല് മുന്തിച്ചിട്ട് കയറുക. ബാത്റൂമിൽ കയറി ബാത്റൂമിന്റെ ഉള്ളിലുള്ള ചെരുപ്പ് ഇടുമ്പോൾ ആദ്യം വലത്തെ കാലിടുക. അത് കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ചെരുപ്പ് ഊരുന്ന സമയത്ത് ആദ്യം ഇടത്തെ കാല് ഊരുക. ബാത്റൂമിൽ നിന്ന് പുറത്തോട്ട് വരുന്ന സമയത്ത് ആദ്യം വലത്തെ കാല് പുറത്തോട്ട് വെച്ചിട്ട് ഇറങ്ങുക. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇടത്തെ കാല് മുന്നോട്ട് വെച്ചാണ് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങേണ്ടത്. പിന്നെ ആവശ്യം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വലത്തെ കാല് മുന്തിക്കുക. നമ്മൾ ഡ്രസ്സ് മാറുന്ന സമയത്ത് ഫാൻസ് ഉടുക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളെ മറ്റു വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ആദ്യം വലത്തേത് ധരിക്കുക. ഷർട്ട് ധരിക്കുന്ന സമയത്ത് ആദ്യം വലത്തേത് ധരിക്കുക. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ആ സമയത്ത് ധരിച്ച ബനിയൻ അഴിക്കുന്ന സമയത്ത് ആദ്യം ഇടത്തെ കൈ അഴിക്കുക, പിന്നെ വലത്തേത് അഴിക്കുക. ഇങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് കയറുകയാണ്, വലത്തെ കാല് മുന്നോട്ട് വെച്ച് കയറുക. അതേ രൂപത്തിൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പം ഇടത്തെ കാല് മുന്നോട്ട് വെച്ച് ഇറങ്ങുക. ഇങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ബസ് കയറിയിട്ട് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് കൊടുക്കലും വാങ്ങലുമെല്ലാം വലത്തെ കൈ കൊണ്ടാവണം. ടിക്കറ്റിന്റെ ക്യാഷ് കൊടുക്കുന്നത് വലത്തെ കൈ കൊണ്ട്, ടിക്കറ്റ് വാങ്ങുന്നത് വലത്തെ കൈ കൊണ്ട്, കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുന്നത് വലത്തെ കൈ കൊണ്ട്, അതിന്റെ ക്യാഷ് കൊടുക്കുന്നത് വലത്തെ കൈ കൊണ്ട്, വണ്ടി പെട്രോൾ പമ്പ് കയറ്റി പെട്രോൾ അടിക്കുന്ന സമയത്ത് ക്യാഷ് കൊടുക്കുന്നത് വലത്തെ കൈ കൊണ്ട്. അതേ രൂപത്തിൽ നമ്മളൊരു വാഹനത്തിന് കൈകാട്ടി വാഹനത്തിലേക്ക് കയറുമ്പോൾ ആദ്യം വലത്തെ കാല് മുന്നോട്ട് വെച്ച് കയറുക. വാഹനത്തിന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത്
ഇടത്തേകാല് മുന്നോട്ട് വെച്ചിറങ്ങുക. ഇങ്ങനെ ചെയ്താൽ, ഇത് ഏതാനും ഉദാഹരണങ്ങളാണ്, ബാക്കി ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ പറയാം. ഇപ്പൊ ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ആരാധനയാക്കി ഇബാദത്താക്കി മാറ്റിയാൽ ഇതിന് വേറെ അധ്വാനമില്ല, കാശിന്റെ ചെലവില്ല. ഒന്ന് ചിന്തിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക, നമ്മൾക്ക് പരിചയമുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. ദുആയിൽ ആരും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.